അപ്പോൾ ഗൈസ് ഇന്നത്തെ യാത്ര കുംഭമേള കാണാൻ പോകട്ടോ. കുംഭമേള അവസാനിക്കുന്നതിൻ്റെ 2-ാം തീയതിയാണ് ഞങ്ങൾ പോകണം. 3-ാം തീയതി കുംഭമേള അവസാനിച്ചു. അപ്പോൾ 2-ാം തീയതിയാണ് ഞാൻ ഈ ഒരു യാത്ര പോണത്. വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ കുറച്ച് വൈകിയിട്ടുണ്ട്. കണ്ണൻകുട്ടി എന്നെ 26-ൽ കൊണ്ടാക്കി കേട്ടോ. ഞാൻ ബസ് കാത്ത് നിൽക്കുകയാണ്. അമ്മയും അച്ഛനും ഒക്കെ ആയിട്ട് പാറശ്ശേരിയിൽ നിന്നാണ് ഒരു ബസ് കുംഭമേളയ്ക്ക് പോണത്. അപ്പോൾ അവർ എനിക്കും കൂടി അമ്മ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ, അച്ഛൻ, മാമ, അമ്മായി, അങ്ങനെ പിന്നെ വീട്ടിൻ്റെ അടുത്തുള്ള കുറേ ചേച്ചിമാർ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ബസ്സാണ്. കാശിനാഥൻ എന്ന് പറയുന്ന ബസ്സിലാണ് നമ്മൾ ട്രിപ്പ് പോണത്. അവരെപ്പോഴും പോകാറുള്ളതാണ് കേട്ടോ. അമ്മ കണ്ട ചുരിദാറൊക്കെ ഇട്ടിട്ട് മകൾ സെറ്റ് മുണ്ടൊക്കെ കൊടുത്തിട്ട് അങ്ങനെ അമ്മയും അച്ഛനും ഒക്കെ ആയിട്ട് കുറേ കാലമായി ഇങ്ങനെ ഒരു ട്രിപ്പ് പോയിട്ട്. അപ്പോൾ എന്തായാലും ആദ്യം ഞങ്ങൾ പന്നിയൂർ എന്ന് പറയുന്ന കുമ്പടി ആ ഒരു ഭാഗത്തായിട്ടുള്ള നമ്മുടെ കോഴിക്കോട് സാമൂതിരി രാജാവക എന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു വരാഹമൂർത്തി ആൻഡ് പിന്നെ ഭൂമി ദേവി ക്ഷേത്രം കേട്ടോ. ആദ്യമായിട്ടാണ് ഭൂമി ദേവി ക്ഷേത്രം എന്നുണ്ട് എന്ന് കേൾക്കുന്നത്. വരാഹമൂർത്തി നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ അമ്പലത്തിന് നാലമ്പലത്തിൻ്റെ ബാക്കിലായിട്ട് ഈ ഒരു പെരുന്തച്ഛൻ്റെ ഉളി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതായത് പെരുന്തച്ഛൻ പണി കഴിപ്പിച്ച അമ്പലമായിരിക്കും. എന്തോ അതിൻ്റെ ഉള്ളിൽ ഉളി ഇരിക്കുന്നുണ്ട്. അപ്പോൾ പെരുന്തച്ഛൻ്റെ ഉളി എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ അതിൻ്റെ ചരിത്രം കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പിന്നെ അപ്പോഴേക്കാണ് ഞാൻ മാമയൊക്കെ പറഞ്ഞത് വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ പിന്നെ വേഗം വീഡിയോ ഒക്കെ ഓഫാക്കി. അപ്പോൾ ഇതാണ് കേട്ടോ അമ്പലം. അപ്പോൾ നമ്മളതിൻ്റെ കുറേ ഒരുപാട് വേറെ മൂലപ്രതിഷ്ഠകളൊക്കെ ഒരുപാടുണ്ട് അവിടെ. അപ്പോൾ അതൊക്കെ കണ്ടു. അങ്ങനെ ഞാൻ ആ അമ്പലത്തിൻ്റെ വലിയൊരു ഇത് കാണിച്ചത് ഈ ഒരു വെള്ള ഭാഗം അതാണ് കേട്ടോ നാലമ്പലം. വലിയൊരു അമ്പലമാണ്. അപ്പോൾ വന്ന് അവിടെ ഈ ഒരു കുംഭമേളയ്ക്ക് വരുന്ന ബാക്കിയുള്ള ടൂറിസ്റ്റുകൾ വേറെ ഭാഗത്തു നിന്ന് വരുന്ന ആൾക്കാരൊക്കെ അവിടെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മാത്രമല്ല വേറെയും ബസ്സുകൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തൊഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഭക്ഷണം കഴിക്കേണ്ട ബസ്സിൻ്റെ അടുത്ത് ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോട്ടോ. മീൻകുളം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ കുളത്തിൽ മീനൊന്നുമില്ല, വെള്ളമൊക്കെ ആകെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ വന്ന ബസ്, കാശിനാഥൻ. ഓക്കെ, അടിപൊളി ബസ്സാണ്. അവരെപ്പോഴും ഓരോ ട്രിപ്പൊക്കെ പോകാറുണ്ട് കേട്ടോ. അമ്മയൊക്കെ എപ്പോഴും പോകാറുണ്ട് ഓരോ അമ്പലങ്ങളിൽ. പിന്നെ അങ്ങനെ ഇഡ്ഡലി, സാമ്പാർ, ചട്നിയൊക്കെ കിട്ടി. അപ്പോൾ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ടാണ് അച്ഛൻ വന്ന് കഴിക്കുന്നത്. അപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത്. അങ്ങനെ ഭക്ഷണം ബസ്സുകാരുടെ വക തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞ് അടുത്തത് അങ്ങനെ വേറൊരു അമ്പലം കൂടി 2-3 അമ്പലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റാണ് അവിടേക്ക് എത്തി. അടുത്തത് ചമ്രവട്ടം ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിലേക്കാട്ടോ ഞങ്ങൾ പോയത്. അതും അടിപൊളി ഒരു അമ്പലമാണ്. ബാക്കിൽ പുഴയൊക്കെ ആയിട്ട് ഫുള്ള് നമ്മുടെ ഭാരതപ്പുഴയുടെ ഒരു ഭാഗം അവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ കൂടെ ഇറങ്ങിയിട്ട് വേണം ആ ഒരു അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്താൻ. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ ഏകദേശം രാവിലെ 10-11 മണിയൊക്കെയാണ്. അമ്പലം അടച്ചിട്ടൊന്നുമില്ല, ഉച്ചപൂജയുടെ സമയമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ കൂടെ പോകുമ്പോൾ മാമ എനിക്ക് കാണിച്ചു തരാം, നിറയെ മീനുണ്ട്, വന്ന് നോക്ക് പറഞ്ഞിട്ട്. അങ്ങനെ മീനുകൾ നിറയെ ഉണ്ട് കേട്ടോ. മീനിന് തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അവിടെ. ഇതിൻ്റെ അപ്പുറത്ത് തന്നെ പുഴയാണ്. അപ്പോൾ പുഴയിൽ നിന്ന് ചെറിയതായിട്ട് വരുന്ന വെള്ളമാവും. പുഴയിൽ നിന്ന് ഇങ്ങോട്ട് വെള്ളം ഇതിലേക്ക് എന്തായാലും ടച്ചില്ല. അവിടെ വെള്ളം അവർ അതുകൊണ്ടോ താമരയൊക്കെ നിറയെ ഉണ്ട്. ഇതിൻ്റെ കുറച്ച് അറ്റത്താണ് പുഴ കേട്ടോ. അതല്ല പറഞ്ഞാൽ ഈ വെള്ളത്തിലിറങ്ങാതെ ഈ പാലത്തിൽ കൂടെ കയറി ഇറങ്ങിയിട്ടും അമ്പലത്തേക്ക് പോകാൻ പറ്റും. മഴക്കാലമായ അവിടെ മൊത്തം വെള്ളം വന്ന് നിറയുന്നു. അമ്പലത്തിലൊക്കെ വെള്ളമായിരിക്കും, വെള്ളത്തിലായിരിക്കും അമ്പലം എന്നാണ് പറയണത്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെയൊക്കെ തൊഴുതുകൊണ്ട് ആ അറ്റത്ത് കാണുന്നത് പുഴ കേട്ടോ. അപ്പോൾ അങ്ങനെ തിരിച്ച് വരുമ്പോൾ അവിടെ നമ്മൾ ബസ്സൊക്കെ പോകണ ആ ഒരു പാലത്തിൻ്റെ അടിയിലൊരു വലിയൊരു തേനീച്ചക്കൂടും കണ്ടു കേട്ടോ. പിന്നെ അടുത്തത് നമ്മൾ തൃപ്പങ്ങോട്ട് മഹാശിവക്ഷേത്രത്തിലേക്കാണ് പോയത്. അവിടെയും ഭയങ്കര എന്തൊക്കെയോ പ്രാധാന്യമുള്ള അമ്പലമാണ്. അതിൻ്റെ കൃത്യമായിട്ടുള്ള ചരിത്രങ്ങളും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഈ 3 അമ്പലങ്ങളും പ്രധാന അമ്പലങ്ങളിലൊന്നാണ് കേട്ടോ. അപ്പോൾ അവിടെ വലിയൊരു കുളമുണ്ട്. പിന്നെ അപസ്മാര ശിവൻ അങ്ങനെ എന്തോ ഒരു സംഭവം അവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഗോശാല കൃഷ്ണനുണ്ട്. പിന്നെ മഹാദേവൻ ഏതോ അസുരനെ വധിച്ചിട്ട് അവിടെ ശൂലം കഴുകിയൊരു കുളം ഉണ്ട് പറഞ്ഞിട്ട് ആ കുളം ഉണ്ട് കേട്ടോ. അവിടെ ആ കുളത്തിലേക്ക് എൻട്രി ഒന്നുമില്ല. കുളം അങ്ങനെ അവിടെ അടച്ച് ഗ്രില്ലിട്ടിട്ട് നമുക്കിങ്ങനെ ആ കുളത്തിൽ കൂടെ അങ്ങനെ നോക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ. അങ്ങനെ ത്രിശൂലം കഴുകിയ കുളം ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അതും കൂടിയും കണ്ടിട്ട് നേരെ നമ്മുടെ കുംഭമേള നടക്കുന്ന സ്ഥലത്തെത്തി. അവിടെ നിന്ന് നമുക്ക് കുറേ ഒരു 4-5 കിലോമീറ്റർ 5-6 ഒന്നും മതിയോ എനിക്കറിയില്ല. കുറേ ദൂരം ഞങ്ങൾ നടന്നു. നല്ല വെയിൽ, ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഞങ്ങൾ അവിടെ എത്തുന്നത്. അയ്യോ വെയിൽ കൊണ്ട് മതിയായി, എല്ലാവർക്കും നടന്നിട്ടും മതിയായി. ഞങ്ങൾ ഷോർട്ട് കട്ടിൽ കൂടെ അങ്ങനെ ആ പുഴയിലേക്ക് എത്തി. പുഴയിൽ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ മരുഭൂമി പോലെ കിടക്കുന്നുണ്ട്, നിറച്ച് മണലാണ്. അപ്പോൾ പിന്നെ അവിടെ എത്തുമ്പോൾ നമുക്ക് അവിടെയുള്ള ശബ്ദങ്ങൾ കേൾക്കണ്ടായിരുന്നു, യാഗങ്ങളുടെയും
പിന്നെ അവിടെ നിന്ന് വിളിച്ച് പറയണ ഓരോ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ നടന്ന് വെയിലത്ത് എല്ലാവരും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നടക്കാൻ. അപ്പോൾ ഞങ്ങൾ പോയത് തിരുനാവായ അല്ല, അതിൻ്റെ ഇപ്പുറത്ത് ഒരു ബ്രഹ്മാവിൻ്റെ അമ്പലം, ശിവൻ്റെ അമ്പലമൊക്കെ ഉള്ള ആ ഒരു സ്ഥലത്താണ് നമ്മളെത്തിയത്. തവന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ. അവിടെയാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തത് കേട്ടോ. അപ്പുറത്ത് നല്ല തിരക്കായതുകൊണ്ടാവും ഇങ്ങോട്ട്. ഇവിടെയും ഇങ്ങനെ ഇതുപോലെ യാഗശാല, യജ്ഞശാലകളും പിന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ. ഉച്ച നേരമായതുകൊണ്ട് നമ്മൾ പോയ ആ ഒരു സമയത്ത് ദേവൻ്റെ ക്ഷേത്രം അടച്ചു. പൂജ കഴിഞ്ഞ് ഇനി 4 മണിക്ക് തുറക്കു പറഞ്ഞു. അതേപോലെ ഇപ്പുറത്ത് തന്നെ ശിവൻ്റെ അമ്പലമുണ്ട്. അവിടെ നല്ല തിരക്ക് പറഞ്ഞാൽ അത്രയും നല്ല തിരക്കായിരുന്നു. ഈ ഭാഗത്ത് തന്നെ ശിവൻ്റെ അമ്പലത്തിൽ പോണ ഭാഗം അമ്മയൊക്കെ ഒന്ന് പോയി നോക്കി. ബ്രഹ്മാവിൻ്റെ അമ്പലത്തേക്ക് എന്തായാലും വന്നതല്ലേ തൊഴുകാനെന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോൾ ഉച്ച സമയമായതുകൊണ്ട് തന്നെ നട അടച്ചു. അപ്പം അടച്ചേ ഉള്ളൂ. പിന്നെ അങ്ങനെ നമ്മൾ ശിവക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്തേക്ക് പോയി. അവിടെ അന്നദാനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് നമ്മൾ അന്നദാനത്തിനൊന്നുമില്ല, ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുക. നല്ല തിരക്കാണ്. അപ്പോൾ സന്യാസിമാരൊക്കെ കണ്ടോ, സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ, നേരിട്ട് ആദ്യമായിട്ട് അങ്ങനെ കാണുന്നു. പിന്നെ ജനങ്ങളുടെ ഒഴുക്കാണ്. ഇപ്പോൾ ഇവിടെ അപ്പുറത്തേക്ക് പറഞ്ഞാൽ ജനങ്ങളിങ്ങനെ ഒഴുകി തവനൂർക്ക് അങ്ങോട്ടും പോകുന്നുണ്ട്, അവിടുന്ന് തിരുനാവായന്ന് ഇങ്ങോട്ടും വരുന്നുണ്ട്. അങ്ങനെ 2 ഭാഗത്തേക്കായിട്ട് അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. ഞങ്ങളെ ബസ്സിലുണ്ടായിരുന്ന ഒരു ബസ് ആൾക്കാർ മൊത്തം കൂട്ടം തെറ്റി, എവിടെയെന്ന് പോലും അറിയില്ല. നമ്മളെ കൂടെ ഞങ്ങളിങ്ങനെ ഒരു ടീമായിട്ട് കുറച്ച് ആൾക്കാർ ഞങ്ങൾ പോയി. ബാക്കി അവരിനെയൊക്കെ പിന്നെ രാത്രി ബസ്സിൽ വന്നിട്ട് നമ്മൾ കണ്ടുള്ളൂ. അത്രയും തിരക്കാണ് പറഞ്ഞാൽ അത്രയും തിരക്കായിരുന്നു. എല്ലാവരും വഴി തെറ്റി ഓരോ ഭാഗത്തു കൂടെയൊക്കെ പോയി. പിന്നെ ഞങ്ങൾ കുറച്ച് സമയം ഇവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ കുറച്ച് സമയം അവിടെ കണ്ടു. അവിടെ ആ ഒരു തറയിൽ കുറേ സന്യാസിമാരും അവിടെ അമ്പലത്തിൻ്റെ എന്തൊക്കെ പൂജയും കാര്യങ്ങളും അവരുടെ പ്രാർത്ഥനകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സമയം നമ്മൾ അവിടെയൊക്കെ നിന്ന് അങ്ങനെ ഞങ്ങൾ ഇനി തിരുനാവായ ആ ഭാഗത്തേക്ക് പോകാം. യാഗം നമ്മൾ ശരിക്ക് ഇത് നടക്കുന്ന കുംഭമേള നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ അവിടേക്ക് പോവുക ചെയ്തു. മാതാമൃതാനന്ദമയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അവിടെ എന്തൊക്കെ പൂജയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമയം നമ്മൾ അവിടെ നിന്നുള്ളൂ കേട്ടോ. പിന്നെ സേവാഭാരതി അവിടെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ബോട്ടിലൊക്കെ കാലിയായിരുന്നു. അവിടെ നിന്ന് വെള്ളമൊക്കെ നിറച്ച് പിന്നെ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയിട്ടോ. അപ്പോൾ ഇവിടെ രാത്രി ഇവിടെയും ഈ ഒരു ദീപാർച്ചന നടക്കണുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നടുവിലൊരു ശിവലിംഗമൊക്കെ വെച്ചിട്ട് അപ്പോൾ ആ ഒരു അർച്ചന ചെയ്യുന്ന ആ ഭാഗം ഇത് എത്രയാണ് കേട്ടോ. അത് ശരിക്കും ഇവിടെ വന്നാലാണ് കേട്ടോ കാണാൻ നല്ല ഭംഗി. ഇത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ ആ പുറത്ത് പോയിട്ട് ഉച്ചയ്ക്ക് പോയിട്ട് വൈകുന്നേരം വരെ അവിടെ ഇരുന്നു. അപ്പോൾ പിന്നെ അവിടെയാണല്ലോ കുളിക്കാനും എല്ലാ സൗകര്യം. അപ്പം അങ്ങനെ ഈ വെയിലത്ത് ഈ മണൽ കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടമാണ് കേട്ടോ. കുറച്ച് ദൂരം ഒന്ന് നടക്കണ്ട. ഈ പുഴയുടെ വീതി അപ്പോഴാണ് ആലോചിച്ച് നോക്കി, അത്രയും വീതിയാണ്. എന്തൊരു വീതിയായപ്പോഴേക്ക്. ഇതൊക്കെ മഴക്കാലമായ വെള്ളം പോണ സ്ഥലമാണല്ലോ. അത്ര കിലോമീറ്റർ കണക്കിനാണ് നമുക്ക് തിരുനാവായക്ക് കിടക്കുന്നത്. അപ്പോൾ അത്രയും വീതിക്ക് പുഴയിൽ കൂടെ എണീക്കേണ്ട ജനങ്ങൾ മുഴുവൻ നടന്നു പോകണം. ഞാനിപ്പോൾ അതാ പറയുന്നത്, എത്ര വീതിയാണ് ഒരു പുഴയുടെ. ഭാരതപ്പുഴയാണല്ലേ ഏറ്റവും വീതി നമുക്ക് നമ്മുടെ ഈ നാട്ടിൽ എന്നുള്ളത് അപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ ഞങ്ങൾ ആ ഭാഗത്തെത്തിയിട്ടു. ആ ഭാഗത്തെത്തിയപ്പോഴും നമ്മൾ കണ്ടില്ല അറിയാം ആ ഒരു അവരവിടെ കെട്ടിയിട്ടുള്ള യാഗശാല ആ ഒരു ഭാഗത്തേക്ക് ഞങ്ങളെത്തി. അവിടെ എത്തിയപ്പോഴും നല്ല തിരക്കായിരുന്നു. പിന്നെ തിരുനാവായ ഭാഗത്തേക്ക് ആ പാലത്തിൽ കൂടെ വഴിയാണ്, പാലാണ് കേട്ടോ. പിന്നെയാണ് അവിടുത്തെ പോലീസുമാരും അവിടെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞത് അപ്പുറത്തേക്ക് കടന്ന് ഇങ്ങോട്ട് തിരിച്ച് വരാൻ നല്ല ബുദ്ധിമുട്ടാണ്, അത്രയും തിരക്കാണ്. അപ്പോൾ അതുകൊണ്ട് ആവശ്യമില്ലാതെ അവിടെ പോകണ്ട, അവിടെ അമ്പലം അടച്ചിട്ടുണ്ട്, പിന്നെന്താ നിങ്ങൾ പോയിട്ട് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണ് മഹാമേരു പറയുന്ന ആ ഒരു രഥത്തിൽ കൊടുന്നൊരു സംഭവം. പിന്നെ അങ്ങനെ നമ്മളിവിടെ അമ്മയും അച്ഛനും എല്ലാം എങ്ങനെയോ വേറെ 1-2 ആൾക്കാരൊക്കെ തിരുനാവായ ഭാഗത്തേക്ക് പോയി. പിന്നെ ഞങ്ങൾ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ പറയുന്നുണ്ട് പോലീസുകാരെന്ന്. കുറേ ഇപ്പോൾ അവർ തിരിച്ചു വന്നു. ഞാനും മാമയും അമ്മായിയുടെ അമ്മ ഞങ്ങളൊന്നും അവിടെ പോയില്ല കേട്ടോ. അപ്പോൾ നല്ല തിരക്ക് പറഞ്ഞാൽ അത്രയും തിരക്കാണ്. പിന്നെ ഞങ്ങൾ ആ പന്തലിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ, യാഗശാലയുടെ ഉള്ളിലേക്ക് കയറിയപ്പോൾ അവിടെ ഇങ്ങനെ ത്രിമൂർത്തി പൂജ ഉണ്ട് അന്ന്. അപ്പോൾ ത്രിമൂർത്തികളെ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. അതുണ്ടോ ബ്രഹ്മാവ്, വിഷ്ണു, ശിവലിംഗം ഒക്കെ ആയിട്ട് അതിൽ ഹോമവും പൂജയൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ കുറേ സന്യാസിമാർ അവിടെ ഇരിക്കുന്നുണ്ട്. അവരുടെ അടുത്ത് പോയിട്ട് ആൾക്കാരിങ്ങനെ ചില സന്യാസിമാർ പൂജ നടത്തുന്നുണ്ട്, ചിലവരവിടെ ഇരിക്കുന്നുണ്ട്, ചിലവരുടെ അനുഗ്രഹവും കാര്യങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബാബുസ്വാമി ഉണ്ടായിരുന്നു അവിടെ കേട്ടോ. അത് എനിക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, അത്രയും തിരക്കായിരുന്നു. ഞാൻ കണ്ടു. എന്നാലും
അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഞങ്ങൾ നല്ല വെയിലല്ലേ, കറക്റ്റ് ഉച്ച ഒരു 1:30-2 മണിയൊക്കെ ആ ഒരു 2:30 സമയമാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഈ ഒരു പന്തലിൻ്റെ ഉള്ളിൽ റെസ്റ്റ് എടുത്തു. അതൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയ്ക്കും അങ്ങനെ കുളിക്കണം എന്ന് പറഞ്ഞു. എന്തായാലും ഇപ്പോൾ ആ ഒരു സ്നാനം കൂടി ചെയ്താലാണല്ലോ ഇവിടെ വന്ന ആ പുണ്യം എന്നുള്ളത്. ഞാൻ ഡ്രസ്സൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, പക്ഷേ കുളിക്കാൻ പറഞ്ഞാൽ ഡ്രസ്സ് മാറ്റി അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ ഭയങ്കര ഉന്തുന്തള്ളും തിരക്കായിരുന്നു. എനിക്ക് പിന്നെ സെറ്റ് മുണ്ടും കൂടി ആയതുകൊണ്ട് ഞാൻ കുളിക്കണില്ല പറഞ്ഞിട്ട് കൈയും കാലും മുഖമൊക്കെ കഴിയിട്ടു. അച്ഛനും അമ്മയും പ്രിയമ്മയുടെ അമ്മയും കുളിക്കാറുണ്ട്. മാമിയും അമ്മയേക്കാൾ റെസ്റ്റ് എടുത്തു. അമ്മയുടെ അമ്മ കൈയും കാലും കഴുകാൻ വന്ന ആൾ കണ്ടോ, അവർക്ക് ഒരു സമാധാനമില്ല. അവർ വേഗം പോയി ആ ഇട്ട ഡ്രസ്സാലെ പോയി മുങ്ങി വന്നിട്ട് അങ്ങനെ നിന്ന് കാറ്റ് കൊണ്ടിട്ട് ആ ഡ്രസ്സ് ഉണങ്ങുക ചെയ്തത്. അവർ ഡ്രസ്സൊന്നും മാറ്റാൻ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. എന്നാലും മുങ്ങാതെ അവർക്കൊരു സമാധാനമില്ല എന്നിട്ട് അവരൊക്കെ പോയിട്ട് കുളിച്ച് വന്നു കേട്ടോ. പിന്നെ ഞങ്ങളങ്ങനെ ഒരു അർച്ചന കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നിളാരതി കാണാൻ വേണ്ടിയിട്ട് എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഗൈസ്, 2 ഭാഗത്തും കൂടിയിട്ട് എന്നെ തരില്ല, അത്രയും ആൾക്കാരാണ്. ഡ്രോണുകൾ ഇങ്ങനെ പറത്തി അവർ നോക്കണം. അവർ പിന്നെ അതേപോലെ സേവാഭാരതിയിലെ ഭയങ്കര പ്രവർത്തനമാണ്. എല്ലാവരോടും ഇരിക്കാനൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് ആൾക്കാർ ആ മണലിൽ ഇരിക്കാനുണ്ട്. അത്യാവശ്യം നല്ല വെയിലപ്പോഴേക്കും വെയിലൊക്കെ കുറച്ച് പോയി സൂര്യാസ്തമനത്തിൻ്റെ സമയമായി തുടങ്ങി. നമ്മൾ സൂര്യൻ ഇങ്ങനെ ചുമന്ന് തുടുത്ത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഇങ്ങനെ ഈ വീഡിയോയിൽ കാണുന്നേക്കായും ഭംഗിയാണ് നേരിട്ട് കാണാൻ. റെഡ് കളറിൽ ഇങ്ങനെ സൂര്യശോഭയിൽ എന്നൊക്കെ പറയില്ല, അത്രയും ശോഭയായിരുന്നു സൂര്യന്. പിന്നെ അതേപോലെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ആ അറ്റത്ത് കാണുന്നതാണ് തിരുനാവായ. അവിടെയും അത്രയും ജനങ്ങൾ കാത്ത് നിൽക്കുകയാണ് ഇത് കാണാൻ കേട്ടോ. ഇവിടെ പിന്നെ അപ്പുറത്ത് കാണാൻ പാലത്തിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് നിറച്ച് ആൾക്കാർ. ഇത് ഒരു ഭാഗത്ത് ഇപ്പം ഞാൻ ഈ റൗണ്ടിൽ കാണിക്കുന്ന ഒരു ഭാഗത്തുള്ള ആൾക്കാരാണ്, ഞങ്ങളാ നിന്നിരുന്ന ആ ഒരു ഭാഗത്തുള്ളത്. മൊത്തത്തിൽ പറഞ്ഞാൽ അപ്പുറത്തും ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ, അതിൻ്റെ കുറച്ചപ്പുറത്ത് ആ പന്തലിൻ്റെ ആ ഭാഗത്തൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. എന്തായാലും ഞങ്ങൾക്ക് ഈ നിളാരതി കാണാൻ പറഞ്ഞാൽ കുറേ ദൂരെ പെട്ടു. ഞങ്ങളടുത്തേക്കൊന്നും നമ്മളങ്ങോട്ട് പോകാൻ പറ്റില്ല, അത്രയും തിരക്കാണ്. എന്തായാലും ഇവിടെ എത്തിപ്പെടാനും കാണാനൊക്കെ പറ്റിയത് തന്നെ മഹാഭാഗ്യമാണല്ലോ. ഇനി ഒരിക്കൽ നമുക്കത് കാണാനോ വരാനോ പറ്റുമോ എന്നറിയില്ല. ആദ്യമായിട്ട് നമ്മളെ നാട്ടിലുണ്ടായതാണ്. അപ്പോൾ കാണാം എന്ന് പറഞ്ഞിട്ട് ഏട്ടനും എന്നോട് ഇങ്ങനെ വിളിക്കുമ്പോൾ പോണില്ലേ എന്നൊക്കെ ചോദിക്കും. നമ്മളെ നാട്ടിലടുത്ത് നടക്കുന്ന ഒരു കാര്യമില്ലേ, ഒരുപാട് ദൂരമൊന്നുമില്ലല്ലോ. അപ്പോൾ ദൂരമുണ്ട്, നമ്മൾ പാലക്കാട് ജില്ലയാണ്, മലപ്പുറമാണ്. എന്തായാലും ഇവിടുന്ന് ഒരു 40-45 കിലോമീറ്ററൊക്കെ ദൂരമുണ്ട്. അപ്പോൾ നല്ല സൂര്യാസ്തമനത്തിൻ്റെ സമയം, നല്ലൊരു കാലാവസ്ഥ, നല്ലൊരു ക്ലൈമറ്റ് കേട്ടോ. അപ്പോൾ ബോറടിക്കൊന്നുമില്ല, പക്ഷെ തിരക്കിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, കാണുമെന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ സമയം അവിടെ അവർ ഭജനയും കാര്യങ്ങളും പാട്ടൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. കുറേ നേരം ഇരുന്നപ്പോൾ പിന്നെ ഞങ്ങൾക്ക് കാലൊക്കെ കഴിഞ്ഞ് കുറേശ്ശെ എല്ലാവരും പിന്നെ നീച്ച് നിൽക്കൽ തുടങ്ങി. അവസാനമായപ്പോൾ എല്ലാവരും അവർ സേവാഭാരതിക്കാർ മൊത്തം ഇരിക്കാൻ പറഞ്ഞു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. സൂര്യാസ്തമനം കണ്ടോ, എന്ത് ഭംഗിയാണ് ആ സൂര്യനെ കാണാൻ. അങ്ങനെ റെഡ് കളറിൽ അവിടെ കാത്തിരിക്കുന്ന ജനങ്ങൾക്ക് നല്ലൊരു കാഴ്ചയായി കേട്ടോ അത്. പിന്നെ നമ്മുടെ ആ പോണത് സീമാജി നായർ കേട്ടോ, സീരിയൽ സിനിമ നടിയൊക്കെ. അവർ കുറേ സ്വാമിമാർ അങ്ങനെയുള്ളവരൊക്കെ അവിടെ നിന്ന് തിരുനാവായെന്ന് ഇങ്ങോട്ട് വന്നിട്ട് ബോട്ട് ഇറങ്ങിയിട്ട് ഇവിടെ വന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അവർക്കൊക്കെ ആയിട്ട് പ്രത്യേകം അവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടത്. അങ്ങനെ വിശിഷ്ട അതിഥികൾ ഓരോരുത്തർ വരുന്നുണ്ടായിരുന്നു. ആരൊക്കെ പോകണം എന്താണെന്ന് നമുക്കറിയില്ല, നമ്മൾ കുറേ ദൂരമായിരുന്നു. ഞാൻ സൂം ചെയ്തെടുത്തിട്ടാണ് ഇത്രയെങ്കിലും കിട്ടണത്. പിന്നെ അങ്ങനെ നമ്മുടെ നിളാരതി ഏകദേശം ആരംഭിക്കാറായിട്ടോ. ആ ഒരു ലൈറ്റൊക്കെ അങ്ങോട്ട് പോയതിന് ശേഷമാണ് അത് തുടങ്ങിയത്. അപ്പോൾ നിളാരതിയൊക്കെ അവിടെ ആരംഭിച്ചു. പക്ഷേ അച്ഛനൊന്നും നമുക്ക് നീച്ച് നിൽക്കാനും പറ്റില്ല, നിന്നാൽ എല്ലാവരും ഇരിക്കാൻ പറയും, ബാക്കിലുള്ളവർക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ ആകെ ബുദ്ധിമുട്ടായിട്ടോ. പിന്നെ അച്ഛനൊക്കെ ദേഷ്യം വന്നിട്ട് അച്ഛൻ പറഞ്ഞു നമുക്ക് പോവാം. പിന്നെ ഒന്നിച്ച് ഇത് കഴിഞ്ഞിട്ട് ഒന്നിച്ച് പോയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കിൽ പെടും. അപ്പോൾ നമുക്ക് ബസ്സൊക്കെ നിൽക്കണ കുറേ ദൂരം അങ്ങോട്ട് നടന്നു പോകണം. അപ്പോൾ പോവാന്ന് പറഞ്ഞിട്ട് കുറച്ച് സമയം നമ്മൾ ആ നിളാരതിയൊക്കെ കണ്ടു കേട്ടോ. അതൊരു മഹാഭാഗ്യമായിട്ട് തോന്നി. നമുക്കത് കാണുകയെന്ന് പറഞ്ഞാൽ തന്നെ എന്തായാലും കാണാൻ പറ്റിയതിലേക്ക് ഭയങ്കര സന്തോഷം. ഞാൻ പോകണമെന്ന് എൻ്റെ മനസ്സുകൊണ്ട് ഇങ്ങനെ വിചാരിച്ചു, എങ്ങനെ ഒറ്റയ്ക്ക് പോവുക എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് അമ്മ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ബസ് അവിടെ നിന്ന് പോകുന്നുണ്ട്, നീ വരണോ വെച്ച് വിളിച്ചത്. അപ്പോൾ ഞാൻ വേഗം ചാടിപ്പോയിട്ടോ. 500 രൂപയായിരുന്നു നമുക്ക് ഇവിടുന്ന് ഫീസ്. വേറെയുള്ള അമ്പലങ്ങളിലൊക്കെ ഉണ്ട്. പിന്നെ രാവിലത്തെ ഭക്ഷണം അവർ തന്നു. അങ്ങനെ അതാണ്. അങ്ങനെ നിളാരതി
അവസാന ദിവസമാണെങ്കിൽ നിളാരതി കാണാൻ പറ്റി. പിന്നെ നിറയെ ഡ്രോണുകളാട്ടോ പറക്കണത് മൊത്തം. അവരിങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. ഇതിൽ ഡ്രോണ് മാത്രമേ വീഡിയോ ഒക്കെ എടുത്തിട്ട് നല്ല ഇതിൽ ഓരോ ചാനലിലൊക്കെ കാണണം അങ്ങനെയെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ അങ്ങനെ അച്ഛൻ അമ്മയൊക്കെ അവിടെ നിന്ന് നീച്ച് പോയിട്ട് എനിക്കൊരു സമാധാനം തരില്ല. കാരണം ഇത് തുടങ്ങിയപ്പോഴേക്കും അവരൊക്കെ നീച്ച് പോയി. ആദ്യത്തെ ഇതിനൊക്കെ ഇരുന്നു. പിന്നെ രണ്ടാമത് ആ ഒരു കർപ്പൂരം കത്തിക്കലും മറ്റേ ദീപം വിളക്കിൻ്റെ ആ ഒരു തിരി അതൊക്കെ ആയപ്പോഴേക്കും ഏകദേശം നമ്മൾ പോയി ഇവിടുന്ന്. എല്ലാവരും നീച്ച് നിന്ന് ഞാൻ കുറച്ച് ബാക്കിൽ പോയിട്ട് നിന്നിട്ടൊക്കെയാണ് കണ്ടത്. അപ്പോൾ നമ്മൾ മുഴുവൻ കഴിയുന്നത് വരെ നിന്നില്ല. മുഴുവൻ കഴിയുന്നവരെ നിന്നാൽ പിന്നെ തിരക്കിൽ നടക്കാൻ പറ്റില്ല പറഞ്ഞിട്ട് ഭയങ്കര പൊടിയാണ് കേട്ടോ അവിടെ. നല്ല പൊടിയായിരുന്നു. മാസ്ക് ഒക്കെ ഇട്ടിട്ട് പോകേണ്ട ഒരവസ്ഥയാണ്. ഞങ്ങൾ പോയത് ഈ അവസാന ദിവസങ്ങളായതുകൊണ്ടാണ് ഇത്രയും തിരക്കായത്. ആദ്യമൊന്നും ഇത്ര തിരക്കുണ്ടായിരുന്നില്ല തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയെങ്കിലും കാണാൻ പറ്റിയത് തന്നെ മഹാഭാഗ്യം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എത്ര ആൾ നിളാരതി കാണാൻ പോയി എന്നൊന്ന് കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ കഴിഞ്ഞ് നടന്ന് പോകുമ്പോൾ തന്നെ നടക്കാൻ വഴിയൊന്നുമില്ല, അത്രയും ജനങ്ങളാണ്. അങ്ങനെ നമ്മൾ അവസാനം നമ്മുടെ ബസ്സിൻ്റെ അടുത്തെത്തി. അപ്പോൾ ഓക്കെ, ബൈ ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.